അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ അവസാന നാളുകളിൽ കിടപ്പിലായിരുന്ന സമയത്ത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവിനെ കാണാൻ വേണ്ടി വരികയാണ്. തൻ്റെ മകളെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ മകൾക്ക് സ്വാഗതം. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തിയിട്ട് ചെവിയിലേക്ക് എന്തോ മന്ത്രിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഒരു കാര്യം പറയുന്നു. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖം വല്ലാതെ പുഞ്ചിരി കൊണ്ട് വിടരുകയാണ്. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ കാര്യം തിരക്കിയപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, ഈ രോഗം കാരണം എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നാണ് ഒന്നാമതായി പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത്. രണ്ടാമത് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത്, ഞാൻ മരിച്ചതിന് ശേഷം ആദ്യമായി ഈ ലോകത്തു നിന്ന് വിട പറയുന്നത് ഫാത്തിമ നീയാണ്, മാത്രമല്ല നീ സ്വർഗീയ സ്ത്രീകളുടെ രാജകുമാരിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സന്തോഷിച്ചത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട 6 മാസത്തിന് ശേഷം ഇതുപോലൊരു റമളാൻ 3-നാണ് മഹദി അവറുകൾ അവിടെ നിന്ന് മരണപ്പെടുന്നത്. ഉപ്പയോടുള്ള സ്നേഹം മരണം പോലും അവർക്ക് സന്തോഷമായിരുന്നു. ദുനിയാവിനേക്കാൾ ആഖിറവും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് അവർ സ്നേഹിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊപ്പം നാം ഏവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.